സെൻസസ് എന്ന് പറഞ്ഞാൽ കണക്കെടുപ്പ് എന്നാണല്ലേ? ഈ കണക്കെടുപ്പ് നിങ്ങൾ മനുഷ്യർക്കിടയിലും ഉണ്ടോ? എന്തൊരു മണ്ടൻ ചോദ്യം. ഞങ്ങൾ ജന്തുക്കൾ അല്ലെങ്കിലും എന്ത് കണക്കാണ് സൂക്ഷിക്കുന്നത്? ഞങ്ങൾക്കതിൻ്റെ ആവശ്യവുമില്ല. ഒരു സെൻസസ് അനുഭവമാണിത്. ഇതിൽ ഞാനൊരു ഹീറോയാണ്. എപ്പോഴും ഒരാൾ തോൽക്കാറില്ലല്ലോ. അതിൻ്റെ ചെറിയ ഗമയുണ്ട്. ഞങ്ങൾ ആനകളുടെ കണക്കെടുക്കാനാണ് അന്ന് കാട്ടിലേക്ക് തിരിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും കണക്കെടുപ്പ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉൾപ്പെടുന്ന 8 അംഗ സംഘം. എൻ്റെ പുറത്ത് 2-3 പേരുണ്ട്. മറ്റുള്ളവർ മുന്നിലും പിന്നിലുമായി നടക്കുന്നു. കളിയും ചിരിയും തമാശകളും ഒക്കെ നിറഞ്ഞ യാത്ര. ഒപ്പം കണക്കെടുപ്പും കാര്യമായി നടക്കുന്നുണ്ട്. എനിക്കും രസം തോന്നി. അവർ കുറേ ആനകളുടെ കണക്കെടുത്തു. ഉച്ചയോടെ ഞങ്ങൾ നല്ല വനത്തിനുള്ളിലായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ഒരൊറ്റയാൻ അലറി വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ചാടി വന്നത്. വലിയ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. എല്ലാവരും ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. മുന്നോട്ടും പിന്നോട്ടുമെന്നല്ല, ശ്വാസം പോലും വിടാനാകാത്ത നിസ്സഹായത. എന്നോളം പോന്നൊരു കരുത്തനായിരുന്നു അവനും. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഒരു നല്ല ഫൈറ്റിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കുറേ മനുഷ്യജീവനുകളും കൂടെ ഉണ്ടല്ലോ. അവർ എൻ്റെ കരുത്തിലാണല്ലോ കാട്ടിനുള്ളിലേക്ക് വിശ്വസിച്ച് കയറിയിരിക്കുന്നത്. ഇതെല്ലാം ഓർത്തപ്പോൾ എനിക്കെവിടെയോ നിന്നൊരു ആത്മവിശ്വാസം കിട്ടി. അതാ ഭാഗ്യം പോലെ തൊട്ടു മുന്നിൽ നല്ല ഉരുളൻ തടി. പിന്നൊന്നും നോക്കിയില്ല, കൊടുത്തു അവൻ്റെ ആസനത്തിനിട്ട് നല്ല 4 വീക്ക്. അതോടെ അവൻ്റെ എല്ലാ ചാട്ടവും നിന്നു. എടുത്തടിച്ചതുപോലെ ഒരൊറ്റ ഓട്ടം. ആ ഓട്ടം ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. പുറത്തിരുന്ന ഒരൊറ്റ മനുഷ്യനും വീഴാത്ത വിധത്തിലാണ് ഞാൻ അവനെ നേരിട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യരുടെ മുന്നിൽ എൻ്റെ ഒരു തിളക്കം എന്തായിരുന്നെന്ന് കൂടുതൽ വിളമ്പേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും അങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവവും എനിക്കില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ മുതലാളിയോട് തിരക്കി നോക്കുക. ആസാമിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പോയി എടുക്കുകയായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ ഞാനൊക്കെ 31 വയസ്സുണ്ടായിരുന്നു. 8 വർഷമായി എൻ്റെ നിൽക്കുന്നു. ഞാൻ ഇതുവരെ യാതൊരു ശല്യമോ ഇതും ഉണ്ടാക്കിയിട്ടില്ല. ആൾക്കാരുമായിട്ട് നല്ല ഇതിലാണ്. പിന്നെ ഞാൻ പൊതുവെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണ് ഏറ്റവും നല്ലത്. ആ സ്വഭാവത്തിനാണ് ആന വാങ്ങിയതിന് ശേഷം 20 സെൻറ്റിമീറ്ററോളം വളർന്നിട്ടുണ്ട് ആന. ആനയുടെ ഒരു കമ്പം തോന്നാൻ കാരണം നമ്മൾ നെയ്യാറ്റിങ്കര ഗണേശനുണ്ടായിരുന്നു അമ്പലത്തിലെ ആന. ആ ആന അതിനെ കണ്ടിട്ട് ഇങ്ങനെ കമ്പം തോന്നി ആന വാങ്ങുന്നത്. അതിപ്പോൾ ഇല്ല, ചരിഞ്ഞു പോയി. പക്ഷെ എന്നാലും ആ ആനയാണ് ഇത് വാങ്ങാനൊരു പ്രചോദനം ഉണ്ടായി. കോവളത്ത് എല്ലാ ഹോട്ടലിലും പോകുന്നുണ്ട്. ടൂറിസ്റ്റൊക്കെ വളരെ ഇഷ്ടമാണ്. മിക്കവാറും ഈ ആന തന്നെ വേണമെന്നവർ പറയാറുണ്ട്. കാരണം എൻ്റെ ശാന്ത സ്വഭാവം കൊണ്ടാണത്.